മതനിയമങ്ങളിൽ നിന്ന് അവർക്ക് നിർബന്ധമുള്ള സംഗതികൾ അള്ളാഹു വിശദീകരിക്കുകയാണ്. ആ നിർബന്ധങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഗതി എന്ന നിലക്ക്, അല്ലെങ്കിൽ അവരുടെ നിർബന്ധങ്ങളുടെ ഒരു അടിസ്ഥാന രേഖ എന്ന നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി നിസ്കാരത്തെ സൂചിപ്പിച്ചത്. എന്താണ്? അല്ലതീഹിയ അഅ്ലമുൽ ഇബാദാത്തിൽ ബദനിയ്യ, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും വലിയതും പ്രാധാന്യമുള്ളതുമായ നിസ്കാരത്തിന്റെ കാര്യം അവരോട് തുടർന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ വസ്സക്ക, സക്കാത്തിനെ കുറിച്ചും അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലതീഹിയ അഅ്ലമുൽ ഇബാദാത്തിൽ മാലിയ, സാമ്പത്തികമായ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. ശാരീരികമായ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണെങ്കിൽ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സക്കാത്ത്. ഈ രണ്ട് കാര്യം ഭംഗിയായി നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. വഅഖീമുസ്സലാത്ത വആതുസ് സക്കാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം എന്ന പ്രഖ്യാപനത്തിലൂടെ. അതോടൊപ്പം തന്നെ അല്ലാഹു തആല അവരോട് പറഞ്ഞു, വർക്കഉ മഅർ-റാക്കിഈൻ, നിങ്ങൾ നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിക്കണം. ഒരർത്ഥം അങ്ങനെയാണ്. വർക്കഉ മഅർ-റാക്കിഈൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവരോടൊപ്പം നിങ്ങൾ നിസ്കരിക്കണം. അഥവാ സംഘടിത നിസ്കാരത്തിന്റെ പ്രാധാന്യം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിസ്കരിച്ചാൽ മാത്രം പോരാ, അത് സംഘടിതമായി നിർവഹിക്കാനുള്ള ശ്രദ്ധ കൂടി നിങ്ങൾക്കുണ്ടാവണം എന്നാണ് വർക്കഉ മഅർ-റാക്കിഈൻ എന്ന പ്രഖ്യാപനത്തിലെ ഒരു വ്യാഖ്യാനം. പിന്നെ അല്ലെങ്കിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു വേറെയും ഇവിടെ അങ്ങനെ പറയാനുള്ളതിന്റെ വ്യാഖ്യാനം പറയുന്ന കൂട്ടത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അന്നൽ യഹൂദ ലാ റുകൂഅ ഫീ സ്വലാത്തിഹിം, ജൂതന്മാർക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ നിസ്കാരത്തിൽ റുക്കൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫഖസ്സല്ലാഹു റുകൂഅ ബിദ്ദിക്രി, റുക്കൂ ചെയ്തുകൊണ്ട് നിസ്കരിക്കണം എന്ന് അല്ലാഹു തആല അവരോട് പറഞ്ഞത് തഹരീലൻ ലഹും അലൽ ഇത്യാനി ബി സ്വലാത്തിൽ മുസ്ലിമീൻ, ഇനി നിങ്ങൾ മുസ്ലിമീങ്ങളുടെ നിസ്കാരം കൊണ്ടുവരണം എന്ന് പ്രചോദനം നൽകാനാണ്. കാരണം റസൂലുള്ള വരുന്നതിനോട് കൂടെ മുൻകാലത്തുണ്ടായിരുന്ന എല്ലാ സംഗതികളുടെയും ആധികാരികതക്ക് വിരാമം കുറിച്ചു. ഇനി കർമ്മങ്ങളായാലും വിശ്വാസമായാലും അത് നബിതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയഗതിക്ക് അനുസരിച്ച് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. റസൂലുള്ള വരുന്നതോടു കൂടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിനൊക്കെ സമാപനമായിരിക്കുകയാണ്. കാരണം നബിമാരോട് പോലും അല്ലാഹു തആല ഭൗതിക ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കരാറുണ്ടാക്കിയത് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ പ്രബോധന രംഗത്ത് സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളെങ്ങാനും വന്നാൽ നിങ്ങൾ എന്തു ചെയ്യണം? ലതുഅ്മിനുൻ നബി, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. വല തൻസുറുന്നഹു, നിങ്ങൾ നബി തങ്ങളെ സഹായിക്കുകയും ചെയ്യണം. അല്ലാതെ ഞാനും നബിയാണെന്ന് പറഞ്ഞ് പിന്നെ നിൽക്കാൻ പാടില്ല. അപ്പൊ ആ നബിമാർക്ക് തന്നെ റസൂലുള്ള വന്നാൽ ആ കാലത്ത് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ നബിതങ്ങളുടെ അനുയായിയായി നിൽക്കലാണ് ബാധ്യതയെങ്കിൽ പിന്നെ ആ നബിമാരൊക്കെ വഫാത്തായി പോയതിനു ശേഷം അല്ലെങ്കിൽ പ്രബോധന രംഗത്ത് നിന്ന് മാറിയതിനു ശേഷം അവരുടെ അനുയായികൾക്ക് എന്തായാലും റസൂലുള്ള വന്നാൽ പിന്നെ ഇസ്ലാമിൻ്റെതായ ആരാധനകളും ഇസ്ലാമിൻ്റെതായ വിശ്വാസ പ്രമാണങ്ങളും അത് ഫോളോ ചെയ്യലല്ലാതെ മറ്റു മാർഗമില്ല എന്ന പ്രഖ്യാപനമാണ്. വർക്കഉ മഅർ-റാക്കിഈൻ, റുക്കൂ ചെയ്യുന്നവരോടൊന്നിച്ച് നിങ്ങൾ റുക്കൂ ചെയ്തുകൊണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് പരിചയമുള്ള നിസ്കാരം നിസ്കരിച്ചാൽ പോരാ, റുക്കൂ ഇല്ലാത്ത നിസ്കാരം പോരാ എന്നാണ് ഇവിടെ പറഞ്ഞത് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ഒരർത്ഥം. മറ്റൊരർത്ഥം അന്നൽ മുറാദ സല്ലൂ മഅൽ മുസല്ലീന, നിസ്കരിക്കുന്നവരോടൊപ്പം നിങ്ങൾ നിസ്കരിക്കണമെന്നാണ്. അഥവാ വയലാഹാദ യസൂലു തക്റാറു, ഇതനുസരിച്ച് ആവർത്തനം ഇല്ലാതായി പോകും. എങ്ങനെ? ആദ്യം അഖീമുസ്സലാ എന്ന് പറഞ്ഞല്ലേ നിസ്കാരം നിലനിർത്തണമെന്ന്, പിന്നെയും നിസ്കരിക്കണം തന്നെ പറയുമ്പോൾ ഒരു ആവർത്തനാന്ന് തോന്നൂലേ? എന്നാൽ ഇവിടെ എന്താ സംഭവം ഉള്ളത്? ഇവിടെ അന്നഫിൽ അവ്വലി അമറ തആല ബിഇഖാമത്തിഹ, ആദ്യം അല്ലാഹു തആല നിസ്കാരം നിലനിർത്താൻ വേണ്ടി പറഞ്ഞു. വഅമറ ഫിസ്സാനി, രണ്ടാമത്തേടത്ത് അല്ലാഹു കൽപ്പിച്ചത് ബിഫിഇലിഹാ ഫിൽ ജമാഅ, ജമാഅത്തായിട്ട് നിസ്കരിക്കാനാണ്. അപ്പൊ വർക്കഉ മഅർ-റാക്കിഈൻ, നിസ്കരിക്കുന്നവരോട് ഒന്നിച്ച് നിങ്ങൾ നിസ്കരിക്കണം. അഥവാ നിസ്കരിക്കുക എന്നതൊരു ബാധ്യതയാണ്, അത് ജമാഅത്തായിട്ട് നിർവഹിക്കുക, സംഘടിതമായി നിർവഹിക്കുക എന്നത് മറ്റൊരു ബാധ്യതയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി വേറെയും ഒരർത്ഥം പണ്ഡിതന്മാർ ഇവിടെ പറയുന്നുണ്ട്. അയ്യക്കൂനൽ മുറാദു മിനൽ അംരി ബിർറുകൂഇ ഹുവൽ അംറു ബിൽ ഖുളൂഇ, ഉണ്ടോ? താഴ്മ കാണിക്കണം എന്നാണ്, താഴ്മ കാണിക്കണം എന്നാണ്. കാരണം ഭാഷയിൽ റുക്കൂ എന്ന് പറയുന്നതിന് താഴ്മ എന്നൊരു അർത്ഥമുണ്ട്. അഥവാ അഹങ്കാരത്തിന്റെ ശൈലി സ്വീകരിക്കാൻ പാടില്ല,
സത്യവിശ്വാസികളുടെ നേരെ ഞങ്ങൾ എന്ന വല്യേട്ടൻ മനോഭാവം ഉണ്ടാകാൻ പാടില്ല, മറിച്ച് വിനയത്തോടുകൂടെ നിലകൊള്ളണം എന്നാണ് പറഞ്ഞത് എന്നും ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഏതായാലും നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും അതേപോലെ തന്നെ ബാക്കിയുള്ള കർമ്മങ്ങളിൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് നിർദ്ദേശിച്ചു. എന്നിട്ട് അള്ളാഹു വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് 44-ാമത്തെ ആയത്തിലൂടെ, അതഅ്മുറൂനന്നാസ ബിൽ ബിർരി, ജനങ്ങളോട് നിങ്ങൾ നന്മ കൽപ്പിക്കുകയാണോ, വതൻസൗന അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ മറക്കുകയും ചെയ്യുകയാണോ, വാൻതും തത്ലൂനൽ കിതാബ, നിങ്ങളാണെങ്കിലോ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നിങ്ങളുടെ തൗറാത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന, ഇഞ്ചീൽ വായിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജനങ്ങളോട് നല്ലത് കൽപ്പിക്കുന്നു, പക്ഷേ സ്വന്തത്തെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, ഇതിലെ വൈരുദ്ധ്യം, ഇതിലെ മോശമായിട്ടുള്ളൊരു ശൈലി, ഇത് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അതഅ്മുറൂനന്നാസ ബിൽ ബിർരി, ജനങ്ങളോട് നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുകയാണോ എന്ന ഈ ചോദ്യം വാസ്തവത്തിൽ ഒരു അത്ഭുതത്തിൻ്റെതായ ചോദ്യം ചോദിക്കണം അല്ലാഹു തആല. അവരങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയാത്തോണ്ട് അറിയാൻ ചോദിച്ചതല്ല, മറിച്ച് ഇത് എന്തിൻ്റെതാണ്? അവരുടെ അവസ്ഥയിൽ നിന്നുള്ള തഅജ്ജുബാണ്, അത്ഭുതം പ്രകടിപ്പിക്കാണ്. എന്തൊരു പണി ഞങ്ങൾ കാണിക്കണേ, ഇത് വല്ലാത്ത ഷെയ്മല്ലേ എന്നർത്ഥം. ജനങ്ങളോട് നിങ്ങൾ നല്ലത് കൽപ്പിക്കുന്നു, പക്ഷേ നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറുമല്ല. നിങ്ങളാണെങ്കിലോ ഗ്രന്ഥം വായിക്കുന്ന ആളുകളാണ്, ചെയ്യുന്നത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാത്തതിന്റെ അപകടം എന്താണെന്നും അറിയാവുന്നവരാണ്. എന്നിട്ടും നിങ്ങൾ എന്തേ ഇങ്ങനെ ആയിപ്പോയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുകയാണ്. ഇവിടെ ബിർറ് എന്ന് പറഞ്ഞാൽ അമ്മൽ ബിർറു ഫഹുവ ഇസ്മുൻ ജാമിഉൻ ലി അഅമാലിൽ ഖൈരി, നല്ല പ്രവർത്തനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പദമാണത്. ഏത് നല്ല കാര്യവും അതെല്ലാം അടങ്ങിയതാണ് ബിർറ്. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുന്നു, അതേ സമയത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ ഒരുക്കവുമല്ല. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നിടത്ത് വിശദമായ ചർച്ച പിന്നീട് വരുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുകയാണ്, വഅലം അന്നഹു സുബ്ഹാനഹു വ തആല, നിശ്ചയം അല്ലാഹു തആല ലമ്മാ അമറ ബിൽ ഈമാനി വശറായി, വിശ്വാസകാര്യങ്ങളും അതേപോലെ തന്നെ കർമ്മകാര്യങ്ങളും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ അവരോട് കൽപ്പിച്ചു. ബിനാഅൻ അലാ മാ ഖസ്സഹും ബിഹി മിനൻ നിഅമി വറഗബഹും ഫീ ദാലിക ബിനാഅൻ അലാ ഖദിനാഖർ, അവർ അല്ലാഹു തആല ചെയ്തു കൊടുത്ത പ്രത്യേക അനുഗ്രഹങ്ങളെ ഉണർത്തിക്കൊണ്ടാണ്. അതേപോലെ തന്നെ ഇനി അവർക്ക് പ്രത്യേകമായിട്ട് മറ്റൊരു റൂട്ടിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രചോദനം നൽകുകയാണ്. അതെന്താ? വഹുവ അന്ന തഗാഫുല അൻ അഅമാലിൽ ബിർരി, നല്ല പ്രവർത്തനങ്ങളെ തൊട്ട് ഒരാൾ അശ്രദ്ധനാവൽ, മഹസ്സിൻ നാസി അലൈഹ, ജനങ്ങളോട് അത് ചെയ്യാൻ പ്രേരണ നൽകുന്നതോടൊപ്പം സ്വന്തത്തിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കൽ, മുസ്തഖബഹും ഫിൽ ഉഖൂലി, ബുദ്ധിയുള്ളവർക്കൊക്കെ അത് വളരെ മോശമായി തോന്നുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ മഖ്സൂദു മിൻ അംരിൻ നാസി ബിദാലിക, ജനങ്ങളോട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം ഇമ്മൻ നസീഹത്തു വ ഇമ്മ ശഫഖത്തു, ഒന്നുകിൽ അവർക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കുക എന്നതാകും, അല്ലെങ്കിലും അവരോടൊരു സ്നേഹം മനസ്സിലുണ്ടാവാനാവും. അല്ലെ, നല്ലൊരു കാര്യമുള്ള ഒരാളോട് ചെയ്യാൻ പറയുമ്പോൾ അയാൾക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശം അതിലുണ്ടാവാം. അല്ലെങ്കിലോ അയാൾ ഇത് ചെയ്തില്ലെങ്കിൽ അയാൾ പരാജയപ്പെട്ടു പോകുമല്ലോ എന്നുള്ള സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാകാം. എന്നാൽ വലൈസ മിനൽ അഖലി, ബുദ്ധിയിൽപ്പെട്ടതല്ല തന്നെ അയ്യഷ്ഫഖൽ ഇൻസാനു അലാ ഗൈരിഹി, മറ്റുള്ളവരോട് അവർക്ക് സ്നേഹം ഉണ്ടാകുന്നു, അതേ സമയത്തോ അല്ലെ മറ്റുള്ളവരവർ ഉപദേശിക്കുന്നു, എന്നിട്ട് വയുഹ്മിന നഫ്സഹു, അവന്റെ ശരീരത്തെ അതിൽ നിന്നൊക്കെ അവൻ മാറ്റി നിർത്തുകയും ചെയ്യുന്നു എന്നതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട്, ഈ ജൂതന്മാരും അതേപോലെ തന്നെ പുരോഹിതന്മാരുമായിട്ടുള്ള ആളുകളോട് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇവിടെ എന്തൊക്കെയാണ് ഈ ബിർറ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്നതിൽ പല അഭിപ്രായങ്ങളും ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരഭിപ്രായം അന്നഹും കാനൂ യഅ്മുറൂന അന്നാസ ബിതആത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കണം എന്നവർ ജനങ്ങളോട് കൽപ്പിച്ചിരുന്നു. വയൻഹൗനഹും അൻ മഅസിയത്തില്ലാഹ്, അല്ലാഹുക്കെതിരെ ചെയ്യരുത് എന്ന് അവർ വിരോധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വഹും കാനൂ യത്റുകൂന തആത വയഖദിമൂന അലൽ മഅസിയ, അവർ ഇബാദത്ത് ചെയ്യലുമില്ല, തെറ്റ് ലുണ്ട്. അപ്പൊ സ്വന്തം എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം കാനൂ യഅ്മുറൂന അന്നാസ ബിസ്സലാത്തി വസ്സകാത്തി വഹും കാനൂ യത്റുകൂനഹുമാ,
നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ജനങ്ങളോട് അവർ പറഞ്ഞു, പക്ഷെ അവർ നോമ്പ് നിസ്കാരം അല്ലാത്തവരായി പോയി. അതേപോലെ തന്നെ മറ്റൊന്ന് അന്നഹു ഇദാ ജാഅഹും അഹദുൻ ഫിൽ ഖുഫിയ, വളരെ സ്വകാര്യമായി ആ പുരോഹിതന്മാരുടെ അടുത്തേക്ക് ഒരാൾ വന്നാൽ, എന്തിനു വേണ്ടി? ലിസ്തിലാമി അംരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി വന്നിട്ടുണ്ടല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ തങ്ങളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കാൻ വന്നാൽ, ഖാലു, ഈ പുരോഹിതന്മാര് സ്വകാര്യമായിട്ട് പറയും, ഹുവ സാദിഖുൻ ഫീമാ യഖൂലു, മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ പറയുന്നതൊക്കെ സത്യാണ്, അതേപോലെ തന്നെ വഅംറുഹു ഹഖ്ഖുൻ, അദ്ദേഹത്തിന്റെ കാര്യം അത് യാഥാർത്ഥ്യമാണ്, അതുകൊണ്ട് ഫത്തബിഉഹു, അത് നിങ്ങൾ പിൻപറ്റിക്കോളൂ എന്ന് സ്വകാര്യമായിട്ട് അവർ പറയും. അതേസമയത്ത് വഹും കാനൂ ലാ യത്തബിഊനഹു, അവരാരെ പിന്തുടരലില്ലാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ അവര് പിന്തുടരുന്നില്ല. കാരണം എന്താ? ലിതമഇഹിം ഫിൽ ഹദായ, അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റുകളും നേട്ടങ്ങളും അത് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഒപ്പം വിശ്വസിച്ചു പോയാൽ പിന്നെന്താവും? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയതിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു തആല ഈ വിധത്തിൽ അറിയിച്ചത്. ഏതായാലും ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ ആ കൂട്ടത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. മറ്റുള്ളവരോട് നമ്മൾ കൽപ്പിക്കുമ്പോൾ ആ കൽപ്പിക്കുന്ന കൽപ്പന സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കാതിരിക്കുന്നത്, സ്വന്തത്തെ മറന്നു പോകുന്നത് വളരെ മോശമാണെന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തആല സൂചിപ്പിച്ചത്. അതാണ് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് ഇതിന്റെ അവസാനം അള്ളാഹു തആല ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതിന്റെ കാരണം എന്താ? ആ ചോദ്യം വാസ്തവത്തിൽ അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന ചോദ്യം അതൊരു അത്ഭുതത്തിന്റെ ചോദ്യമാണ്. അങ്ങനെ അത്ഭുതം ഉണ്ടാവാൻ കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, അന്നൽ മഖ്സൂദ മിനൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ ലക്ഷ്യം ഇർഷാദുൽ ഗൈരി, മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കലാണ്, ഇലാ തഹ്സീലിൽ മസ്ലഹത്തി, നന്മ കരസ്ഥമാക്കാനുള്ള വഴികളിലേക്ക് വഴി കാണിച്ചു കൊടുക്കലാണ്. വതഹ്ദീറുഹു അമ്മാ യൂഖിഉഹു ഫിൽ മഫ്സദത്തി, അപകടങ്ങളിൽ അവൻ ചെന്നു ചാടുന്നതിനെ കുറിച്ച് അവനെ മാറ്റി നിർത്താനുള്ള ജാഗ്രത പാലിപ്പിക്കാനുള്ള ശ്രമം നടത്തലുമാണ്. എന്നാൽ ഒരു മനുഷ്യൻ വല്യഹ്സാനു ഇലൻ നഫ്സി ഔലാ മിനൽ ഇഹ്സാനി ഇലൽ ഗൈരി, അവനവർക്ക് തന്നെ ഉപകാരം ചെയ്യൽ എന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിനേക്കാളും പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതല്ലേ? അപ്പൊ ആ നിലക്ക് ചിന്തിക്കുമ്പോ വദാലിക മഅലൂം ബി ശവാഹിദിൽ അഖ്ലി വന്നഖ്ലി, അത് ബുദ്ധി നോക്കിയാലും അതേപോലെ തന്നെ പ്രമാണം നോക്കിയാലും മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയും അവരെ അപകടത്തിൽ ചെന്ന് ചാടരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അപകടത്തിൽ ചെന്ന് ചാടാൻ പാടില്ല എന്ന സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് അത് മനുഷ്യനിൽ ഉണ്ടാകൽ അനിവാര്യമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാണാൻ സാധിക്കും, വലിഹാദ ഖാല അലിയുൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ പറ്റും. എന്ത്? ഖസമ ലഹരി റജുലാനി ആലിമുൻ മുതഹത്തിഖുൻ വജാഹിലും മുതനസ്സിഖുൻ. ഒന്ന്, ആലിമുൻ മുതഹത്തിഖുൻ, കൽപ്പനകളെ മുഴുവനും പൊളിച്ചു കളയുന്ന, പരസ്യമായി അരുതായ്മകളിലേക്ക് പോകുന്ന ഒരു പണ്ഡിതൻ. അവൻ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, പക്ഷേ അവൻ ആ നന്മയോട് അല്പം പോലും പ്രതിബദ്ധതയില്ലാത്ത സ്വഭാവം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനത്തെ പണ്ഡിതൻ വമ്പിച്ച അപകടകാരിയാണ്. അതേപോലെ ജാഹിലും മുതനസ്സിഖുൻ, ആരാധനകളിൽ മുഴുകുന്ന ജാഹിൽ, ഒന്നും അറിയില്ല, എന്താ ചെയ്യണം പിടിയില്ല, പക്ഷെ ഒന്നും എന്നതിന് ആവശ്യമായിട്ടുള്ള വഴികളൊക്കെ പഠിച്ചിട്ട് അത് നിർവഹിക്കണം. അത് നിർവഹിക്കാതെ പഠിക്കാതെ അവൻ നിർവഹിക്കുമ്പോ പലപ്പോഴും എന്തുണ്ടാകും? അവന്റെ ജീവിതത്തിൽ അവനിങ്ങനെ വലിയ ആബിദായി ആരാധകനായിട്ട് ഇങ്ങനെ നടക്കുമ്പോ അവൻ ചെയ്യണത് കണ്ടിട്ട് ഇത് ശരിയായിരിക്കും എന്ന് വിചാരിച്ച് വേറെയും കുറെ ജാഹിലിങ്ങള് പൊട്ടന്മാരാരെ കൂടെ കൂടും, അവന്റെ കൂടെ കൂടും. അങ്ങനെ അവൻ മാത്രല്ല, അവനെ കണ്ടു വളരുന്ന ആളുകളും എന്തിലേക്ക് എത്തും? അപകടത്തിലേക്ക് എത്തുക എന്നൊരു സംഗതി ഉണ്ടാകും. അതുകൊണ്ട് ഈ രണ്ടാളുകൾ വലിയ അപകടകാരികളാണെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ ഇവിടെ വേറൊരു സംഗതി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഖാല ബഅ്ളുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ലൈസലിൽ ആസി, ഒരു ദോഷിയായ ആൾക്ക് പറ്റില്ല, അയ്യഅ്മുറ ബിൽ മഅറൂഫി വയൻഹാനിൽ മുൻകരി, നന്മ കൽപ്പിക്കലും അതേപോലെ തന്നെ തിന്മ വിരോധിക്കലും ആര് ചെയ്യാൻ പാടില്ല? ദോഷിയായ ആള് ചെയ്യരുത്. അതിന് ഈ ആയത്തടക്കമുള്ള കുറെ ആയത്തുകൾ അവർ തെളിവാക്കി പറയുകയും ചെയ്തു. എന്നാൽ
വാസ്തവത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാല് അത് 100% ആ അർത്ഥത്തിൽ സാമാന്യവൽക്കരിക്കാൻ പാടില്ല. എന്താ കാരണം? വൽ ജവാബു, അതിനുള്ള ഉത്തരം, അന്നൽ മുക്കല്ലഫ മഅ്മൂറുൻ ബിശൈഇനി, 2 സംഗതികൾ കൊണ്ട് മനുഷ്യനോട് കൽപ്പനയുണ്ട്. പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ഒരാളോട് 2 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ പുലർത്തണമെന്ന കൽപ്പനയുണ്ട്. അതേതാ? ഒന്ന് തർക്കുൽ മാസിയ, അവൻ ദോഷം ചെയ്യാൻ പാടില്ല എന്നതാണ് ഒരു കൽപ്പന. വസാനി, രണ്ടാമത്തത് മൻഉൽ ഗൈരി അൻ ഫിഅലിൽ മാസിയ, ദോഷം ചെയ്യലിനെ തൊട്ട് മറ്റുള്ളവരെ തടയണം. അപ്പൊ സ്വയം ദോഷം ചെയ്യരുത് എന്നൊരു കൽപ്പന ഉണ്ട്. മറ്റുള്ളവർ ദോഷം ചെയ്യുന്നത് കാണുമ്പോൾ അതിന് അവരെ തടയാൻ വേണ്ട ഏർപ്പാടുണ്ടാക്കണം എന്നും കൽപ്പന ഉണ്ട്. എന്നാൽ വല്യഖ്ലാലു ബി അഹദി തക്ലീഫൈനി, 2 കൽപ്പനകളിൽ നിന്ന് ഒന്നിന് തകരാറുണ്ടാക്കൽ ലാ യഖ്തദിൽ ഇഖ്ലാല ബിൽ ആഖിരി, മറ്റേനും കൂടെ തകരാറുണ്ടാക്കണം എന്ന് തേടൂല. അതായത് ഒരു നന്മ ചെയ്യുന്നയാള് മറ്റേ നന്മ ചെയ്യുന്നില്ലെങ്കിൽ ആ നന്മയും കൂടെ ചെയ്യണമെന്ന് പറയലല്ലാതെ ആ നന്മ ചെയ്യാത്ത സ്ഥിതിക്ക് ഇതും നീ ചെയ്യേണ്ടെന്ന് പറയരുത് എന്ന്. മനസ്സിലായോ? അങ്ങനെയാണ്. നമ്മളെ നാട്ടിലൊക്കെ കണ്ടില്ല, നമ്മള് റബീഉൽ അവ്വലൊക്കെ ആയാൽ ചിലപ്പോ നമ്മളെ വഹാബികൾ ഭയങ്കരമായിട്ട് ചോദ്യം കൊടുക്കും. എന്താ? നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, ഹജ്ജ് ചെയ്യാത്ത, സക്കാത്ത് കൊടുക്കാത്ത, കള്ളു കുടിക്കുന്ന, പലിശ വാങ്ങുന്ന ഒരാള് റബീഉൽ അവ്വൽ ഒരു പോത്തിനെ നടത്തിയിട്ട് എന്താ കാര്യം എന്ന് സാധാരണ ചോദിക്കും അല്ലേ? അത് ചോദിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ അവരെ ഉദ്ദേശം എന്താ? അവരെ ഉദ്ദേശം ജനങ്ങളെ പൊട്ടീസാക്കുക എന്നതാണ്. അപ്പൊ നമ്മളവിടെ എന്താ പറയേണ്ടത്? നമ്മൾ പറയേണ്ടത് നിസ്കരിക്കാത്ത, കള്ളുടിക്കാത്ത ആള് റബീഉൽ അവ്വലിന് പോത്തിനർത്താൽ പോത്തിനർക്കൽ എന്ന നന്മ ചെയ്യണ്ടെന്ന് പറയല്ല അവനോട് വേണ്ടത്. മറിച്ച് ഈ നന്മ ചെയ്യണതിന്റെ കൂടെ നിസ്കാരം, നോമ്പ് തുടങ്ങിയിട്ടുള്ള അനിവാര്യമായി വരുന്ന സംഗതികൾ കൂടി എന്താക്കണം സുഹൃത്തെ, നീ ജീവിതത്തിൽ പകർത്തണം എന്ന് അവനോട് പറയാൻ വേണ്ടത്. അപ്പൊ നന്മ കൽപ്പിക്കുക എന്നുള്ളതും തിന്മ വിരോധിക്കുക എന്നുള്ളതും ഒരു കടമയാണ്. അത് ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളത് മറ്റൊരു കടമയാണ്. അപ്പൊ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ആ ബാധ്യത ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ ഒരു കടമോ നിർവഹിച്ചു. അതേസമയത്ത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ള മറ്റേ കടമയോ അതും കൂടെ പാലിക്കേണ്ടതാണ്. എന്നാൽ ഒന്ന് പാലിക്കാത്തോണ്ട് മറ്റതും ചെയ്യണ്ട എന്നല്ല, അതും കൂടെ ചെയ്യണമെന്ന് ഉപദേശിക്കുക. ഒന്നെങ്കിലും ഉണ്ടായ ആ ബാധ്യതയെങ്കിലും വീടിയല്ലോ. അതുകൊണ്ട് ഉപദേശിക്കുന്നയാള് അത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ഉപദേശിക്കാവൂ എന്നില്ല. പക്ഷെ ജീവിതത്തിൽ ഇല്ലാത്തത് ഉപദേശിച്ചാൽ ഉപദേശി അതിന്റെ പേരിൽ എന്താകും? പലപ്പോഴും വലിയ അപകടങ്ങൾ നേരിടുക എന്ന സംഭവം ഉണ്ടാകും. പക്ഷെ എന്ന് വെച്ച് ഞാൻ ചെയ്യാത്തൊരു സംഗതി ഞാൻ ഉപദേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവന്റെ ഉപദേശം കേട്ടിട്ട് നന്നാവുന്ന ആളുകൾക്കുള്ള നന്മ കൂടി തടയപ്പെടുക എന്ന അപകടമാണ് അവിടെ വരുള്ളൂ, വേറെ നേട്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപദേശിക്കുക എന്ന ഉത്തരവാദിത്തം അവൻ നിർവഹിക്കണം. അതോടൊപ്പം അതെന്റെ ജീവിതത്തിൽ കൂടി പകർത്തേണ്ടതാണെന്ന ഉയർന്ന കർത്തവ്യബോധം അതവനെ നയിക്കുകയും വേണം എന്നാണ് പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും, കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താത്ത ആളുകൾക്ക്, അവർക്കറിയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താത്ത ആളുകൾക്ക് വമ്പിച്ച ശിക്ഷയും കുറ്റമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. മറർത്തു ലൈലത ഉസ്രിയ ബി അലാ ഖൗമിൻ, അതാ ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ ഒരു സമൂഹം ആളുകളുടെ അടുത്തുകൂടെ നടന്നുപോയി. തുഖറലു ശിഫാഹുഹും ബിമഖാരിള മിനന്നാർ, തീയിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവരുടെ ചുണ്ടുകളൊക്കെ മുറിച്ചു മാറ്റുന്നുണ്ട്. ഫഖുൽതു യാ അഖി യാ ജിബ്രീൽ മൻ ഹൗലാ, ആരാണ് ജിബ്രീലെ ഇവരെന്ന് ഞാൻ ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. ഫഖാല, അപ്പ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലായി ഖുതബാഉ മിൻ അഹ്ലി ദുനിയ, ദുനിയാവിലുള്ള ചില പ്രഭാഷകന്മാരായിരുന്നു ഇത്. കാനൂ യഅ്മുറൂന അന്നാസ ബിൽ ബിർരി വയൻസൗന അൻഫുസഹും, ജനങ്ങളോട് അവർ നന്മ കൽപ്പിക്കുമായിരുന്നു, പക്ഷേ സ്വന്തം ശരീരത്തെ അവർ മറക്കുകയും ചെയ്യുമായിരുന്നു. അവർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ സാമ്പിളാണിതെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. അതേപോലെ തന്നെ വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിന്നാരി റജുലൻ, നരകത്തിൽ ഒരാളുണ്ട്, യതഅദ്ദാ അഹ്ലുന്നാരി ബിരീഹിഹി, അയാളുടെ ദുർഗന്ധം കാരണത്താൽ നരകക്കാര് തന്നെ എന്താകുന്നു? വല്ലാതെ ബുദ്ധിമുട്ടുന്നു. നരകം തന്നെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ആ നരകത്തിൽ ഈ മനുഷ്യന്റെ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപകടമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഫഖീല മൻ ഹുവ യാ റസൂലല്ലാഹ്, ആരാ നബിയെ നരകക്കാർക്ക് പോലും ശല്യാകണ ആ ഒരാള് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആലിമുൻ ലാ യൻതഫിഉ ബിഇൽമിഹി, തന്റെ അറിവ് കൊണ്ട് ഉപകാരം സിദ്ധിക്കാത്ത പണ്ഡിതനാണ്. കണ്ടോ, ഇൽമു കൊണ്ട് ഉപകാരം സിദ്ധിക്കാത്തവൻ. ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ മനുഷ്യന്മാരും
അവർക്കറിയാവുന്ന സംഗതികളിൽ ആലിമാണ് അല്ലേ? നിസ്കരിക്കണം എന്ന് അറിയണവൻ ആ വിഷയത്തിൽ ആലിമാണ്. അപ്പൊ നിസ്കരിക്കണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആള് അതിൽ വീഴ്ച വരുത്തിയാൽ ആ ആളുകളൊക്കെ ആ വിഷയത്തിൽ ഇപ്പറഞ്ഞതിന് അർഹരാകും. പലിശ വാങ്ങാൻ പാടില്ല എന്ന് അറിയണവൻ ആ വിഷയത്തിൽ ആലിമാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ ഈ പറഞ്ഞ കുറ്റത്തിന് അവൻ അർഹനാകും. അതുകൊണ്ട് ഇതിപ്പോ കന്തൂറിട്ടോൽക്കും തലീകെട്ടോൽക്കും മാത്രം ബാധകാണെന്ന് എന്ത് ചെയ്യേണ്ട ആരും വിചാരിക്കണ്ട. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. സാധാരണക്കാർക്കൊക്കെ അങ്ങനെ ഒരു ധാരണ വരണ്ട. നമ്മളെന്തായാലും ആലിമല്ലാത്തോണ്ട് കഴിച്ചിലായി. ഇവിടെ പറഞ്ഞ ആലിം പറഞ്ഞതിന് അത്രേ അർത്ഥമുള്ളൂ. അങ്ങനെ അർത്ഥം വെക്കണില്ലെങ്കിൽ ഇവിടെ വേറൊരു ആലിം ഉണ്ടാവില്ലല്ലോ. കാരണം എന്താ, എത്ര പഠിച്ചാലും ഓനറിയാത്ത കുറെ സംഗതികൾ ഉണ്ടാകും. എത്ര പഠിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വൈജ്ഞാനികമായിട്ടുള്ള പുരോഗതിയുള്ള ഹബീബിനോട് പോലും അല്ല പറഞ്ഞ എന്താ, റബ്ബി സിദ്നി ഇൽമു വർദ്ധിപ്പിച്ചേരണമെന്ന് പഠിച്ചവരോട് ദ്വാരക്കാനാണ്. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം. എത്ര വിജ്ഞാനം ഉണ്ടെങ്കിലും അതിനൊക്കെ മേലെ അതിനേക്കാളും വിവരമുള്ള ആൾക്കാരുണ്ടാകും. അപ്പോ എല്ലാതും അറിഞ്ഞോനാണ് ആലിമ് എന്ന് പറയാതെ പറഞ്ഞാൽ എന്താവില്ല, ഇവിടെ ആരും ഇതിന് ഉത്തരവാദിയാവില്ല. അപ്പൊ ഒരു വിഷയത്തിൽ നമുക്ക് അറിയാമെങ്കിൽ ആ അറിയാവുന്ന വിഷയം ജീവിതത്തിൽ പകർത്തുക, അത് ഓരോരുത്തരുടെയും ബാധ്യതയും ഓരോരുത്തരുടെയും കടമയുമാണ്. അല്ലാതെ തലയിക്കെട്ടുള്ളവർക്കും മൊയിലാരി എന്ന് വിളിക്കുന്നവർക്കും മാത്രം ബാധകമായിട്ടുള്ള സംഗതിയാണിതെന്ന് മനസ്സിലാക്കണ്ട. അപ്പൊ ഗീബത്ത് പറയാൻ പാടില്ല എന്നറിയാത്ത ഒരൊറ്റ സാധാരണക്കാരനും നമ്മളെ കൂട്ടത്തിലില്ല. കള്ളുടിക്കാൻ പാടില്ല എന്നറിയാത്ത ഒറ്റ ആളുമില്ല. വ്യഭിചരിക്കാൻ പാടില്ല എന്നറിയാത്ത ആരുമില്ല. പലിശ വാങ്ങാൻ പാടില്ല എന്നറിയാത്ത ആരുമില്ല. അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന സംഗതികളെ കുറിച്ചൊക്കെ അതങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടതെന്ന് അറിയാവുന്ന ഏതൊരാളും ആ അറിവ് വിനിയോഗിച്ചില്ലെങ്കിൽ അവരെല്ലാം ഇപ്പറഞ്ഞ ആക്ഷേപത്തിന് അർഹരായിരിക്കുമെന്ന് ഗൗരവത്തോടുകൂടെ നമ്മളെല്ലാവരും ചിന്തിക്കണം. അപ്പോഴാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യണത്, ആ അർത്ഥത്തിൽ കേൾവിക്കാരൻ ഉസ്താദൊക്കെ പറഞ്ഞ മാതിരി ഞാനൊരു സാധാരണക്കാരനെ അറിയില്ലേ, ആ സാധാരണക്കാരനെ നമ്മളൊക്കെ അതിന്റെ അപ്പുറത്തേക്ക് കണ്ടീഷനിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ നമുക്കറിയാവുന്നത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് അത് മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഇത് പാലിക്കാത്ത മനുഷ്യന്മാർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമെന്നാണ് പറയുന്നത്. ഇനിയും വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലുല്ലദീ യുഅല്ലിമുന്നാസൽ ഖൈറ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നയാള് വലാ യഅമലു ബിഹി, പക്ഷെ അത് അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കുന്നില്ലെങ്കിൽ കസ്സിറാജി, അതൊരു വിളക്ക് മാതിരിയാണ്, യുളീഉ ലിന്നാസി, ജനങ്ങൾക്കത് പ്രകാശം നൽകുന്നു, വയുഹരിക്കു നഫ്സഹു, തന്നെ അത് കരിച്ചു കളയുകയും ചെയ്യുന്നു. സ്വയം ഉരുകിയിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഒരു മെഴുകുതിരി പോലെയാണ് അങ്ങനത്തെ ആളുകൾ. അപ്പൊ അതുകൊണ്ട് അത് പോരാ, നമ്മൾ സ്വയം ഉരുകിത്തീർന്നാൽ മാത്രം പോരാ, മറിച്ച് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കൂടി ലഭിക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇനിയും നിങ്ങൾ കണ്ടു, വാനി ശഅബി റളിയല്ലാഹു അൻഹു യത്തലു ഖൗമുൻ മിൻ അഹ്ലിൽ ജന്നത്തി ഇലാ ഖൗമിൻ മിനൻ നാർ, സ്വർഗത്തിലുള്ള കുറെ ആളുകൾ നരകത്തിലുള്ള ചില ആളുകളിലേക്ക് ഇങ്ങനെ എത്തി നോക്കും. അപ്പോ പരിചയമുള്ള ആൾക്കാർ അവര് നരകത്തിലാണ്, നരകത്തിലുള്ളവരെ സ്വർഗക്കാരിങ്ങനെ നോക്കിയിട്ട് ഫയഖൂലൂന, അവര് ചോദിക്കും, ലിമ ദഖൽതുമുൻ നാറ വനഹനു ഇന്നമാ ദഖൽനൽ ജന്നത ബിഫളി തഅലീമിക്കും. ഇത് ചിലപ്പോ വയലുറങ്ങൾക്ക് മാത്രമേ വരുള്ളൂ എന്ന് വെക്കാം. എന്ത്, അവര് നരകത്തിങ്ങനെ എത്തി നോക്കിയിട്ട് ചില ആൾക്കാരെ കാണുമ്പോ ആ ആൾക്കാരോട് സ്വർഗത്തിലെത്തിയവര് പറയണെന്ത്, ഇന്നമാ ലിമ ദഖൽതുമുൻ നാറ, നിങ്ങൾ എങ്ങനെയാണ് മഹാന്മാരെ പണ്ഡിതന്മാരെ നരകത്തിലെത്തിയത്, വനഹനു, ഞങ്ങൾ ഇന്നമാ ദഖൽനൽ ജന്നത, സ്വർഗത്തിലെത്തിയത് ബിഫളി തഅലീമിക്കും, നിങ്ങൾ പഠിപ്പിച്ചതിന്റെ ബലത്തിലാണ്. നരകത്തിൽ പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നിങ്ങൾ പഠിപ്പിച്ചത് ജീവിതത്തിൽ പുലർത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ സാധിച്ചത്. അതേസമയത്ത് ഇത് കൽപ്പിച്ച നിങ്ങൾ എങ്ങനെ നരകത്തിലെത്തിയെന്ന് നല്ലത് കേൾക്കുന്ന സമയത്ത് ആളുകൾ അതാ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് മെഴുകുതിരിയ, അത് മസലുല്ലദീ യുഅല്ലിമുന്നാസൽ ഖൈറ വലാ യഅമലു ബിഹി കസ്സിറാജി യുളീഉ ലിന്നാസി വയുഹരിഖു നഫ്സഹു എന്നാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞത്. അപ്പോ ഇവിടെ ഈ ആളുകൾ സ്വർഗത്തിലെത്തിയ ആൾക്കാര് അവരുടെ നല്ലവരുടെ വയലു പറയുന്നവരുടെ ഉപദേശം കേട്ടിട്ട് അത് ജീവിതത്തിൽ പകർത്തിയിട്ട് അവർ സ്വർഗത്തിലെത്തി. നോക്കുമ്പോ വയലു പറഞ്ഞ ആളെ എവിടെ, നരകത്തിൽ കാണുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണത്. അപ്പൊ അവര് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നരകത്തിലെത്തിയത്? നിങ്ങളെ വയലു കേട്ടിട്ട് അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടാണ് ഞങ്ങൾ സ്വർഗത്തിലെത്തിയത്. അപ്പൊ ഫഖാലു, ആ നരകത്ത് കിടക്കുന്ന പ്രഭാഷകന്മാര് പറയും, ഇന്നാ കുന്നാ നഅ്മുറു ബിൽ ഖൈരി വലാ നഫ്അലുഹു, ഞങ്ങൾ നന്മ കൽപ്പിച്ചിരുന്നു ജനങ്ങളോട്, പക്ഷേ
അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പകർത്തിയിരുന്നില്ല. ആണോ? അതാണ് കമാ ഖീല പറയപ്പെട്ടിട്ടുണ്ടല്ലോ, മൻ വഅല ബിഖൗലിഹി, ഒരാൾ അവന്റെ വാക്കുകൊണ്ട് മാത്രം ഉപദേശിയായി, എന്നാൽ ലാ കലാമുഹു, അവന്റെ വാക്ക് പാഴായി പോയി. വമൻ വഅല ബിഫഇലിഹി നഫദത് സിഹാമുഹു, അതേ സമയത്ത് പ്രവർത്തനം കൊണ്ടാണ് ഒരാളുടെ ഉപദേശമെങ്കിൽ ശരിക്കും അവന്റെ അസ്ത്രങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ചെന്ന് പതിക്കുന്നതാണ്. അതിൽ ചില മഹാന്മാര് പറഞ്ഞത്, യാ അയ്യുഹർ റജുലുൽ മുഅല്ലിമു ഗൈറഹു ഹല്ലാ ലിനഫ്സിക കാനദ തഅലീമു. ഓ മറ്റുള്ളവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യ, ആ നന്മ പഠിപ്പിക്കൽ എന്ന സംഗതി അത് നിന്റെ ശരീരത്തിന് തന്നെ എന്തുകൊണ്ടാണ് ഉപകാരം കിട്ടാതെ പോകുന്നത്? നീ അതാ രോഗങ്ങളൊക്കെ രോഗമുള്ള ആളുകൾക്ക് മരുന്നുകൾ വിശദീകരിച്ചു കൊടുക്കുന്നു. തസിഫുദ്ദവാ, മരുന്നുകൾ നീ നിർണയിച്ചു കൊടുക്കുന്നു, വിശദീകരിച്ചു കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? രോഗമുള്ള ആളുകൾക്ക് വേണ്ടി. എന്തിന്? കൈമായ സിഹുബിഹി, ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ആരോഗ്യം വീണ്ടും കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് നീ മരുന്നുകളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുന്നു. വാന്ത സഖീമു, വാസ്തവത്തിൽ നീ രോഗിയാണ്, നിന്റെ രോഗം മാറ്റാനുള്ള ശ്രമങ്ങളൊന്നും നീ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇബ്ദഅ ബിനഫ്സിക ഫൻഹഹ അൻ അയ്യിഹ ഫഇദന്തഹത് അൻഹു ഫഅൻത ഹകീമു. അതുകൊണ്ട് സഹോദര, ആദ്യം ഇബ്ദഅ ബിനഫ്സിക, നിന്റെ ശരീരം കൊണ്ട് നീ തുടങ്ങണം. ഫൻഹഹ അൻ അയ്യിഹ, അതിന്റെ അപകടത്തിൽ നിന്നും വഴികേടിൽ നിന്നും അതിനെ നീ തടയണം. അങ്ങനെ നീ തടഞ്ഞുകൊണ്ട് ആ ശരീരം തിന്മയിൽ നിന്ന് മാറി നിന്നാൽ ഫഅൻത ഹകീമു, അപ്പോഴാണ് നീ നല്ലൊരു തത്വജ്ഞാനിയായി മാറാൻ നിനക്ക് സാധിക്കുക. ഫഹുനാക യുഖ്ബലു ഇൻ വഅൽത വയുഖ്തദ ബിർറഅയി മിൻക വയൻഫഉ തഅലീമു. അവിടെയാണ് നിന്റെ ഉപദേശങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നത്. അതേപോലെ നിന്റെ അഭിപ്രായങ്ങളെ പിന്തുടരാനും ഫോളോ ചെയ്യാനും ആളുകളെ ലഭിക്കുന്നതും നിന്റെ പഠിപ്പിക്കൽ ഉപകാരപ്രദമാകുന്നതും ആ സമയത്താണ്. ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അലീമു. നീ ആളുകളോടൊരു സ്വഭാവം വിരോധിക്കരുത്. ഏത് രൂപത്തിൽ? വതഅതിയ മിസ്ലഹു, അതേപോലത്തെ സംഗതികൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളോടൊരിക്കലും തന്നെ അത് നീ വിരോധിക്കരുത്. കാരണം ആറുൻ അലൈക ഇദാ ഫഅൽത, അത് നീ ചെയ്യുകയാണെങ്കിൽ അത് വളരെ മോശമാണ്. അപ്പോ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന പണി നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടി പകർത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. രണ്ടും കടമയാണ്. ഒരു കടമ നിർവഹിച്ചാൽ ആ കടമ വീടും, മറ്റേ കടമ നിർവഹിക്കാത്തതിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരാവുകയും ചെയ്യും. അപ്പൊ ഉപദേശിച്ചതിന്റെ പേരിൽ മാത്രമല്ല ഒരാൾ നരകത്ത് പോയത്, മറിച്ച് അവനവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്തോണ്ടാണ്. അതായത് ഇത് കേട്ടിട്ട് ഞാൻ ഏതായാലും സ്വന്തം നന്നാകാൻ പരിപാടിയില്ല, അതുകൊണ്ട് ഞാൻ ഉപദേശിക്കാനുമില്ല എന്നല്ല എന്ത് ചെയ്യേണ്ടത്, മനുഷ്യന്മാര് വിലയിരുത്തേണ്ടത്. ഞാൻ ആരോടും ഒരു സംഗതി ഉപദേശിക്കൂല. കാരണം എന്താ? അതിന്റെ ജീവിതത്തിൽ പുലർത്താൻ എനിക്ക് കഴിയണില്ല എന്ന് പറഞ്ഞ എല്ലാവരും ഉപദേശത്തിൽ നിന്ന് മാറിക്കാനല്ലത്, മറിച്ച് ഇത് കേട്ടിട്ട് അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ ഏത് മാതിരിയാവും? പണ്ട് കള്ളുടേയും പറഞ്ഞ മാതിരിയാവും. കള്ളുടേയും പേപ്പർ വായിച്ചപ്പോ വിഷമദ്യം കുടിച്ചിട്ട് 5 ആള് മരിച്ചു എന്ന് പേപ്പർ കണ്ടു. അപ്പൊ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ 5 ആള് വിഷമദ്യം കുടിച്ച് മരിച്ചു എന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു, അതുകൊണ്ട് ഞാൻ നിർത്തിയറിഞ്ഞപ്പോ ഈ വിഷമദ്യം ആയതുകൊണ്ട് ഞാൻ അത് കുടിക്കൂലെന്ന് വിചാരിച്ച് നിർത്തിയെന്നാ മറ്റോ വിചാരിച്ച്. നല്ല കാര്യമാണ് അജ് നിർത്തിയത്, നന്നായി അറിഞ്ഞു. അപ്പൊ ഇവൻ ചോദിച്ചു, എന്ത് നിർത്തിയെന്ന്? പേപ്പർ വായന നിർത്തിയെന്ന്. കാരണം എന്താ? അത് വായിച്ചോണ്ടാണുള്ളത് അറിഞ്ഞത്. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ മരണത്തിന്റെ കഥകൾ വായിക്കാൻ അറിയാൻ എന്നെ കിട്ടൂല, കുടി നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. ഇത് പറഞ്ഞ മാതിരി എന്തായാലും ഇപ്പൊ നന്മ ഉപദേശിച്ച് അത് ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ എന്താവും? നരകത്ത് പോകും. അതുകൊണ്ട് നന്മ ചെയ്യണമില്ല, നന്മ ഉപദേശിക്കണമില്ല, എന്നാ നേരെ സ്വർഗത്തേക്ക് എത്താന്നാ വിചാരിക്കണേ? അങ്ങനെ ആരും വിചാരിക്കണ്ട. മറിച്ച് ഇത് രണ്ടും രണ്ട് സംഗതിയാണ്. കൂട്ടിക്കുഴക്കല്ല, കൂട്ടിക്കുഴക്കരുത്. നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ എന്നത് ഒരു ബാധ്യതയാണ്, അത് ജീവിതത്തിൽ പുലർത്തൽ എന്നത് മറ്റൊരു ബാധ്യതയാണ്. അപ്പൊ നന്മ കൽപ്പിച്ചു എന്നതുകൊണ്ടല്ല തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരാൾ നരകത്ത് പോണത്, മറിച്ച് ആ നന്മ അവൻ ജീവിതത്തിൽ പകർത്താത്തതിന്റെ പേരിലാണ്. അപ്പൊ ജീവിതത്തിൽ പകർത്തണമില്ല, നന്മ കൽപ്പിക്കണമില്ല, എന്നാലോ ഓന്റെ ശിക്ഷ കുറച്ചുകൂടി കൂടുതലേക്കും എന്നാ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഉപദേശി ആയിട്ടുള്ള ആള് മാത്രല്ല കുടുങ്ങുക. ഞാൻ ആരും ഉപദേശിക്കാൻ പോണില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റിണ്ടതിന് കുഴപ്പമില്ലാന്ന് ഒരാൾ മനസ്സിലാക്കാൻ പറ്റൂല. തെറ്റ് ചെയ്തതിന്റെ പേരിലാവോ നരകത്തിലെത്തിയത്. അതേ സമയത്ത് ഉപദേശിച്ചാൽ ആ ഉപദേശിച്ചതിന്റെ കൊണ്ട് അവന്റെ ഒരു കടമ വീടും. അപ്പൊ 2 കടമയും നിർവഹിക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ
അവൻ എവിടെ എത്താൻ സാധ്യതയുണ്ട്? നരകത്തിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഈ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഉപദേശം ജീവിതത്തിൽ പുലർത്താനുള്ള ശ്രമങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ഒരാൾ വിജയിക്കുകയാണെങ്കിൽ അതിന് വമ്പിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. അന്നെ യസീദ് ബിൻ ഹാറൂന മാത്ത, യസീദ് ബിൻ ഹാറൂൻ എന്നവർ മരണപ്പെട്ടു. വകാന വാഇലൻ സാഹിദൻ, അദ്ദേഹം നല്ല ഉപദേശിയും അതേപോലെ വലിയ പ്രപഞ്ചത്യാഗിയുമായിരുന്നു. ദുനിയാവിനോട് ബന്ധമില്ലാത്ത അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയ ആളുകൾക്ക് നന്മ ഉപദേശിക്കുന്ന നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ ഫറൂയ ഫിൽ മനാമി, അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു ചില സുഹൃത്തുക്കൾ. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അള്ളാഹു എന്താ നിങ്ങളെ കൊണ്ട് ചെയ്തത് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, യസീദ് ഇബ്നു ഹാറൂൻ എന്നവർ പറഞ്ഞു, ഗഫറലി, അള്ളാഹു എനിക്ക് പുറത്തു തന്നു. അവ്വലു മാ സഅലനി മുൻകറും വനകീറുൻ, ആദ്യമായിട്ട് മുൻകറും നക്കീറും എന്നോട് ചോദിച്ചത് മർ റബ്ബുക എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഖബറിലെത്തിയാൽ ആദ്യം ചോദിക്കണ ചോദ്യം മർ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചു. അപ്പൊ ഫഖുൽതു, ഞാൻ മലക്കുകളോട് പറഞ്ഞു, യസീദ് ഇബ്നു ഹാറൂൻ എന്നവർ പറയാണ്, ഞാൻ ഈ മലക്കുകളോട് ചോദിച്ചു, അമാ തസ്തഹയാനി മിൻ ഷൈഖിൻ ദഅന്നാസ ഇലല്ലാഹി തആല വകദാ വകദാ സനതൻ, ഇത്ര കൊല്ലം ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച ഒരു ഷെയ്ഖിനോട് നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നണില്ലേ? ഫതഖൂലാനി ലഹു മർ റബ്ബുക, ആരാണ് റബ്ബ് എന്ന് ജനങ്ങളെ ഇത്ര വർഷം പഠിപ്പിച്ചു കൊടുത്ത ഒരാളോട്, ഒരു ഷെയ്ഖിനോടാണോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കണത് എന്ന് ഞാൻ അവരോട് മലക്കുകളോട് ചോദിച്ചു. അങ്ങനുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു യഹ്യയിൽ രേഖപ്പെടുത്തിയത് കാണാം. മരണപ്പെട്ടതിന് ശേഷം മുൻകർ നക്കീർ അലൈഹി വസ്സലാമിന്റെ വരവും അവരുടെ ചോദ്യത്തിന്റെ അവസ്ഥയും ഖബറിലെ തീഷ്ണതമായിട്ടുള്ള അവസ്ഥകളൊക്കെ വിശദീകരിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു റസൂലുള്ളാഹിനോട്, നബിയെ, അന്ന് എന്റെ ഈ ബുദ്ധി ബാക്കി ഉണ്ടാകുമോ, ഇപ്പോഴുള്ള ഈ ബുദ്ധി എനിക്ക് ഉണ്ടാകുമോ എന്ന് വെച്ചു. റസൂലുള്ള പറഞ്ഞു, ഉണ്ടാകും. എന്നാ പിന്നെ ബാക്കി ഞാനായി, എന്നാ ബാക്കി ഞാനായി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പൊ അത് പറയണമെങ്കിൽ എന്ത് വേണം? ഇപ്പറഞ്ഞൊരു അവസ്ഥയിൽ ജീവിതത്തെ ക്രമീകരിക്കണം. ഉണ്ടോ? അവർ നല്ല കർത്തവ്യ നിർവഹണത്തിൽ സ്വന്തം ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളത് ഒരു കർത്തവ്യമാണ്, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മറ്റൊരു കർത്തവ്യമാണ്. ഈ രണ്ട് കർത്തവ്യ നിർവഹണത്തിലും വിജയിക്കുന്ന സ്വഭാവവും സാഹചര്യവും അത് വിശ്വാസികൾ നിലനിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട സംഗതിയാണ് പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സംഗതി നമ്മൾ കേട്ടാൽ ആ കേട്ട സംഗതി അവരവന്റെ ജീവിതത്തിൽ പുലർത്താൻ വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അതുകൊണ്ട് അത് ഞാൻ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടതല്ല, അത് രണ്ട് കാര്യമായി തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിച്ചത്. ശബ്ദത്തിന് നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ഞായറാഴ്ച, ഇനി വ്യാഴം വെള്ളി ശനി 3 ദിവസം തഫ്സീർ ക്ലാസ് ഉണ്ടാകാറില്ല സാധാരണ. ഇൻഷാ അല്ലാഹ് AMVKD അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കോട്ടൂർ സാഹിന്റെ ഇന്നലത്തെ ഇസ്രാ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്താലും ഉപകാരമായിരിക്കും ജനങ്ങൾക്ക്. ഇന്ന് അതിന്റെ ബാക്കി മെഹറാജ് ഉസ്താദ് എന്ന് പറയുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച നമ്മളെ ബഹുമാനപ്പെട്ട ചെറുപ്പ് ഉസ്താദിന്റെ മകളുടെ വിവാഹത്തിന്റെ വിഷയം അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തരുടെയും മനസ്സിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകൾ, വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത് തന്നെ. ആ ലഭിക്കുന്ന വിവരത്തിനനുസരിച്ച് വളരെ പോസിറ്റീവായി എല്ലാവരും റെസ്പോണ്ട് ചെയ്യൽ എല്ലാവരുടെയും കടമയായി കാണണം. അല്ലാഹു തആല നമ്മുടെയും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും എല്ലാ സംരംഭങ്ങളും സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. GCC രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഓക്കെ തരുവണ ഉസ്താദിന്റെ ആണ്ടിനോടനുബന്ധിച്ചുള്ള ലൈവ് പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം ആരംഭിക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, ഖബറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള നേതാക്കളൊക്കെ സംബന്ധിക്കുന്നു. SGB ലൈവ് ഉണ്ടാകും. അതുവരെ കോട്ടൂർ ഉസ്താദിന്റെ പ്രസംഗം തുടരും. അർഹമുർ-റഹീമായ അള്ളാഹു നമുക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ. GCCയിലൊക്കെ ഇന്ന് മെഹറാജ് രാവാണ്. പ്രത്യേകം പ്രാർത്ഥനയിലും അതേപോലെ തന്നെ ദുആയിലുമൊക്കെ എല്ലാവരും പരസ്പരം ഉൾക്കൊള്ളിക്കുക. നാളെ നോമ്പിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.